അടുത്തത് വിദ്യാരംഭം. ഏവം പ്രവർദ്ധമാനസ്യ വിദ്യാരംഭം ശുഭോത്തരം പൂർവന്തു പഞ്ചമാദബ്ദാത് കാരയേദാത്മവേദിഭിഃ. പ്രവർദ്ധമാനസ്യ വളരുന്ന കുഞ്ഞിന് പഞ്ചമാത് അബ്ദാത് പൂർവന്തു 5 കൊല്ലത്തിന് മുന്നോടിയായിട്ട് തന്നെ 5 വയസ്സ് കഴിഞ്ഞാലും തൊട്ട് മുമ്പ് തന്നെ ശുഭോത്തരം ശുഭമായ വിദ്യാരംഭത്തെ ആത്മവേദിഭിഹി ആത്മജ്ഞാനികളെ കൊണ്ട് കാരയേത് ചെയ്യിക്കണം. പ്രത്യേകം പറയുകയാണ്, ആത്മജ്ഞാനികളെ കൊണ്ട് ചെയ്യിക്കണം. ആത്മവേദികളെ കൊണ്ട് ആത്മജ്ഞാനികളെ കൊണ്ട് ചെയ്യിക്കണം. അപ്പോൾ കുട്ടികൾക്ക് വിദ്യാരംഭം ചെയ്യിക്കുന്നത് ഒരു വലിയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. നമ്മളുടെയൊക്കെ ഒരു പൂർവ്വ തലമുറ പലരും വിദ്യാരംഭം എന്ന് പോലും അറിയാത്തവരുണ്ട്. പക്ഷെ ഈ തലമുറ കുറച്ചൊക്കെ വിദ്യാരംഭം ചെയ്യിക്കുന്നു. പക്ഷെ അത് എങ്ങനെ ചെയ്യിക്കണം? അത് ഗുരു പറയുന്നു വളരെ വ്യക്തമായിട്ട്. വിദ്യാരംഭം ചെയ്യിക്കേണ്ടത് ആത്മജ്ഞാനികളെ കൊണ്ടായിരിക്കണം എന്നാണ്. ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമാണ് വിദ്യാരംഭത്തിലൂടെ ആ ഗുരു അനുഗ്രഹിച്ചു കൊടുക്കുന്നത്. ഇന്ന് നമ്മളുടെ നാട്ടിൽ കാണുന്നത് പോലെ പത്രക്കാരും അതുപോലെയുള്ള സംഘടനകളൊക്കെ ഏതെങ്കിലും സിനിമാ നടന്മാരെ കൊണ്ടും പ്രമുഖരായിട്ടുള്ള ആളുകളെ കൊണ്ടുമൊക്കെ കുട്ടികളെ എഴുത്തിനിരുത്തുന്നത് വലിയ ഒരു ചടങ്ങായിട്ടാണെന്ന് കൊണ്ടാടുന്നത്. അത് വലിയ അസംബന്ധമാണ് എന്ന് തന്നെയാണ് ഗുരു പറയുന്നത്. ആ കുഞ്ഞിലെ ആത്മബോധത്തിൻ്റെ നാമ്പ് ആദ്യം കുറിക്കുന്ന ഒരു ചടങ്ങാണ് വിദ്യാരംഭം. ആത്മബോധത്തിലേക്ക് വളരുന്ന ഒരു അനുഗ്രഹവും ആ കുഞ്ഞിലേക്ക് ആദ്യം കിട്ടുകയാണ് ചെയ്തത് 5 വയസ്സോട് കൂടിയിട്ട്. അപ്പം അത് യഥാർത്ഥത്തിൽ ആചാര്യന്മാരെ കൊണ്ടും ഗുരുക്കന്മാരെ കൊണ്ട് ചെയ്യാൻ പാടുള്ളത്. പക്ഷെ ഇന്നത് വലിയൊരു ബിസിനസ് കൂടിയാണെന്ന്. അതുകൊണ്ട് തന്നെയാണെന്ന് മറ്റു സംഘടനകളെല്ലാവരും തന്നെ ഇത് ഒരു വലിയ സംഭവമാക്കിയിട്ട് പത്രമാധ്യമങ്ങളൊക്കെ എടുത്ത് ചെയ്യിക്കുന്നത്. അപ്പോൾ ശുഭമായ വിദ്യാരംഭത്തെ ആത്മവേദികളെ കൊണ്ട് ചെയ്യിക്കണം 5 വയസ്സാകുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങൾക്ക്. ഇനി 118-ാമത്തെ ശ്ലോകം. വിദുഷാ ഭക്തിയുക്തേന കരുണാമൃദുചേതസാ വൃത്താചാരവദാ കാര്യം അക്ഷരാരംഭണം ശിശോഃ. വിദുഷാ ഭക്തിയുക്തേന കരുണാ മൃദുചേതസ വൃത്താചാരവദാ കാര്യം അക്ഷരാരംഭണം ശിശോഃ. വൃത്താചാരവദ നല്ല നടത്തയും ആചാരം ഉള്ളവനാണ് വൃത്ത ആചാരവദ. കരുണാ മൃദുചേതസ കരുണയുള്ളവൻ, മൃദുലമായ മനസ്സോടുകൂടിയവനും. ഭക്തിയുക്തേന ഭക്തിയുള്ളവനുമായ വിദുഷ വിദ്വാനാല് ശിശോഹോ കുട്ടിയുടെ അക്ഷരാരംഭണം വിദ്യാരംഭണം കാര്യം പ്രധാനമായിട്ട് ചെയ്യണം. അപ്പോൾ ആരെ കൊണ്ട് ചെയ്യിക്കണമെന്നാണ് പറയുന്നത്? വൃത്താചാരവ്രതനായിരിക്കണം. വൃത്താചാരവ്രത നല്ല നടത്തയും ആചാരവും ഉള്ളവനും ആയിരിക്കണം. കരുണാമൃദുചേതസ കാരുണ്യമുള്ളവനായിരിക്കണം. കുട്ടിയെ എഴുത്തിനിരുത്തുന്ന ആള് നല്ല നടപ്പുള്ള ഒരാളായിരിക്കണം. കള്ളുകുടിയനും മദ്യപാനും ആയിട്ടുള്ള ഒരു സാഹിത്യകാരനായതുകൊണ്ട് കുട്ടിയെ എഴുതിക്കരുത്. അദ്ദേഹത്തെ കൊണ്ട് പല സാഹിത്യകാരന്മാരും മദ്യപന്മാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം മദ്യപാനത്തിൻ്റെ ഒരു പ്രചോദനത്തിലാണ് അവരെഴുതുന്നത്. അപ്പം നമുക്കറിയാം, മദ്യപാനത്തിൻ്റെ പ്രചോദനം കൊണ്ട് ഒരു എഴുത്തുകാരൻ എഴുതുമ്പോൾ ആ എഴുത്തിൻ്റെ സതുദ്ദേശതയെ നമുക്ക് സംശയിക്കേണ്ടി വരും. കാരണം നമ്മെപ്പോലുള്ള വായനക്കാർക്കും മദ്യപിക്കേണ്ടി വരും അത്തരം ഒരു സാഹിത്യം വായിച്ച് ആസ്വദിക്കുവാനായിട്ട്. മദ്യപനായിരിക്കുന്ന ഒരു സാഹിത്യഗുരു എഴുതുന്ന ആ വാക്കുകളുടെ ഭാവനാതലങ്ങൾ ആസ്വദിക്കാനായിട്ട് നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിക്കുന്നവൻ,
അതുപോലെ മദ്യപിക്കേണ്ടി വരും. അങ്ങനെയാണ് വായന, സാഹിത്യ സംസ്കാരം മലിനമായിട്ട് തീർന്നത്. ഒരു കാലഘട്ടത്തിൽ മദ്യം, പുകവലി, അതുപോലെ മുറുക്ക്, ഇത് മൂന്നും സാഹിത്യകാരന്മാരുടെയും കലാകാരന്മാരുടെയും ആന്തരിക ചോദനയ്ക്ക് നിദാനമായിട്ടുള്ള വസ്തുക്കളായിരുന്നു. അത് നിഷേധ്യമായിട്ട് കരുതിയിട്ടില്ല. ഇന്നിപ്പോൾ കുറച്ചൊക്കെ അവബോധം ആളുകളുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചിലരൊക്കെ അത് മനസ്സിലാക്കുന്നുണ്ട്. എഴുത്ത്, സാഹിത്യം, ഇതിൻ്റെ പിന്നിൽ സാഹിത്യത്തിൻ്റെ ഗുണനിലവാരം നിശ്ചയിക്കുന്നത് സാഹിത്യകാരൻ്റെ ഗുണനിലവാരത്തിൽ നിന്നാണ്. അപ്പം സാഹിത്യകാരൻ എങ്ങനെയാണോ ജീവിക്കുന്നത് അതനുസരിച്ചാണ് സാഹിത്യത്തിൻ്റെ ഗുണം വർദ്ധിക്കുന്നത്. അപ്പോൾ ഒരു എഴുത്തുകാരനെ ഏത് രീതിയിലും എഴുതാം, പക്ഷെ അയാളുടെ ജീവിതത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അത് എഴുതുന്ന അയാളുടെ ജീവിതത്തെ എഴുത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല. നമ്മൾ പറയും അയാളുടെ എഴുത്ത് നോക്കിയാൽ പോരെ, അയാളെ എന്തിനാണ് നോക്കുന്നത് എന്ന്. അങ്ങനെയല്ല. അയാളുടെ എഴുത്ത് അയാളും ഒന്നായിരിക്കണം. അത് രണ്ടും ഒന്നായിരിക്കുമ്പോഴാണ് ആ എഴുത്തിൻ്റെ മാഹാത്മ്യം വർദ്ധിക്കുന്നത്. ഇപ്പം നാരായണ ഗുരുദേവനെ നമുക്ക് നാരായണ ഗുരുദേവന്റെ എഴുത്തിൽ നിന്നും മാറ്റി നിർത്താൻ കഴിയില്ല. ഗുരു ആ എഴുത്തിൻ്റെ അന്തശോഭ മുഴുവനും പേറുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ നമ്മൾ ഏതൊരു മേഖലയിലും വ്യക്തിത്വം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ വ്യക്തിത്വം തന്നെയാണ്. എഴുത്തിനെ അതിൽ നിന്ന് മാറ്റി നിർത്തി മനസ്സിലാക്കാൻ പാടില്ല. ഇവിടെ വൃത്താചാരവ്രത, നല്ല നടത്തവും ആചാരവുമുള്ള ആളായിരിക്കണം, കാരുണ്യമുള്ളവനായിരിക്കണം, മൃദുചേതസ് ഉള്ളവനായിരിക്കണം, ദുഃഖിതരായിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി മനസ്സ് ഉരുകുന്ന ആളായിരിക്കണം, മൃദുചേതസ്സായിരിക്കണം, ഈശ്വരഭക്തിയുള്ള ഒരാളെ കൊണ്ട് എഴുതിക്കണം. പല എഴുത്തുകാരും ചിന്തകന്മാരും ചിന്തിക്കും തോറും ഈശ്വരനിഷേധികളായിട്ട് തീരുന്നുണ്ട്. അപ്പം നമ്മൾ എഴുത്തുകാരെയും ചിന്തകന്മാരെയും തിരഞ്ഞെടുക്കുമ്പോൾ കുട്ടികളെ എഴുത്തിനിരുത്താനായിട്ട് അവർ ഈശ്വരവിശ്വാസികളാണോ ഈശ്വരനിഷേധികളാണോ നോക്കണം. ഈശ്വരനിഷേധിയായിട്ടുള്ള ഒരു വ്യക്തി ആ കുഞ്ഞിനെ അനുഗ്രഹിച്ചെഴുതുകയാണെങ്കിൽ ആ കുഞ്ഞിലും അത് തന്നെ വരും കാലക്രമത്തിൽ. അങ്ങനെ സംഭവിക്കും. ഒരു സംസ്കാര ചംക്രമണം അല്ലെങ്കിൽ സംസ്കാര സംക്രമണം കൂടിയാണ് യഥാർത്ഥത്തിൽ വിദ്യാരംഭം എന്ന് പറയുന്നത്. ആചാര്യന്റെ സംസ്കാരത്തിന്റെ ബീജം കുട്ടിയിലേക്ക് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഗുണസമ്പന്നനായ ഒരു വ്യക്തിയെ കൊണ്ട് വേണം വിദ്യാരംഭം കുറിപ്പിക്കാനായിട്ട്.